ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ദിവസമായി എമ്പുരാന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഞങ്ങൾ. വ്യാഴാഴ്ച മൂവി റിലീസ് ആയെങ്കിലും ഞങ്ങൾക്ക് പോവാൻ സാധിച്ചത് സൺഡേ ആണ്. ബാംഗ്ലൂരിലെ ഓറിയൻ മാളിലാണ് ഇത്തവണ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. രാവിലെ 11:10 ഷോ ടൈം. എല്ലാ തവണയും പോലെ സൈഡിലാണ് ഇത്തവണയും ബുക്ക് ചെയ്തത്. ദേവ് സീറ്റിൽ അടങ്ങിയിരിക്കാത്തതുകൊണ്ടാണ് സൈഡിൽ ബുക്ക് ചെയ്യുന്നത്. അതാവുമ്പോൾ അവൾക്ക് ബോറടിക്കുമ്പോൾ സ്റ്റെപ്പിൽ കയറി ഇറങ്ങി കളിക്കുകയും ചെയ്യാം. സിനിമയായി കാണുന്നവർക്ക് ഈ സിനിമ ഒരു നല്ല എന്റർടൈൻമെന്റ് ആണ്. ഞങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമായി. രണ്ടരയായി സിനിമ കഴിഞ്ഞപ്പോൾ മാളിൽ തന്നെയുള്ള വി നെയ്ബർഹുഡ് എന്ന റെസ്റ്റോറന്റിൽ 3 മണിക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ടേബിൾ റിസർവ് ചെയ്തിരുന്നു. നല്ല തിരക്ക് പ്രതീക്ഷിച്ചു ചെന്ന് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് ടേബിൾ വേണമെങ്കിലും ചൂസ് ചെയ്യാം. കംഫർട്ട് തോന്നിയ ഒരു ടേബിൾ സെലക്ട് ചെയ്തിരുന്നപ്പോഴേക്കും ദേവുവിന് കളർ ചെയ്യാനുള്ള ഒരു ഷീറ്റും 2 ക്രയോൺസും അവർ തന്നു. കളർ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ദേവു അപ്പോൾ തന്നെ കളറിങ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദ ഫ്രണ്ട്സ് ആയിരുന്നു കളർ ചെയ്യാനുണ്ടായിരുന്നത്. അതിന്റെ ബാക്ക് സൈഡിൽ വേറെയും ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. തലേന്ന് തന്നെ റെസ്റ്റോറന്റിന്റെ റിവ്യൂസ് എല്ലാം നോക്കിയതുകൊണ്ട് ഏത് ഫുഡ് ഓർഡർ ചെയ്യണം എന്ന് നേരത്തെ ഫിക്സ് ചെയ്തിരുന്നു. എന്നത്തെയും പോലെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്റ്റാർട്ടറായ ക്രിസ്പി കോൺ ഓർഡർ ചെയ്തു. ഒരു ചേഞ്ചിന് സാധാ ചിക്കൻ വിങ്സിന് പകരം ഫ്രൈഡ് ചിക്കൻ വിങ്സ് ആണ് ഓർഡർ ചെയ്തത്. ഗൂഗിൾ റിവ്യൂവിൽ കണ്ട പെപ്പർ പോർക്ക് ആൻഡ് ചിംചൂരി പ്രോൺസ് കൂടെ ആഡ് ചെയ്തു. പെപ്പർ പോർക്ക് കുറച്ച് എരിവുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ ഫാറ്റി പീസ് ഒഴിവാക്കി മീറ്റ് മാത്രമാണ് കഴിച്ചത്. അതെല്ലാം സാധാരണ ഏട്ടനാണ് കഴിക്കാറുള്ളത്. നെക്സ്റ്റ് ട്രൈ ചെയ്തത് ചിംചൂരി പ്രോൺസ് ആയിരുന്നു. ഉള്ളിയും ഗാർലിക്കും ചിംചൂരി സോസിൽ കുക്ക് ചെയ്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച പ്രോൺസ് ആഡ് ചെയ്താണ് ഈ ഡിഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു. ഫിഷ് ഫിംഗർ വലിയ 5 പീസാണ് വന്നത്. നല്ല സോഫ്റ്റ് മീറ്റ് കൊണ്ടുള്ള ഏതോ ഒരു ഫിഷ് കൊണ്ടാണ് ഫിംഗർ ഉണ്ടാക്കിയത്. ഡിപ്പ് ചെയ്യാൻ കൂടെ മയോണൈസും ഉണ്ടായതുകൊണ്ട് ദേവ് കുറച്ച് കഴിച്ചു. മയോണൈസിൽ ഡെക്കറേഷനായി വെച്ച ഒലീവിന്റെ പീസ് ഇതിനിടയ്ക്ക് ദേവ് അടിച്ചു മാറ്റിയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ഇതിനിടയ്ക്ക് ചിക്കൻ വിത്ത് ഹുമ്മൂസ് ഓർഡർ ചെയ്തിരുന്നു. ഹുമ്മൂസിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് അതിന്റെ കൂടെ വന്ന ഗാർലിക് ബ്രെഡ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഫിഷ് ഫിംഗറിന്റെ കൂടെ വന്ന ലെറ്റൂസിൽ പോർക്കിന്റെ ഒരു പീസ് മടക്കിയെടുത്ത് ഏട്ടൻ അകത്താക്കി. ഇതേ ടൈമിൽ അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അവരെല്ലാവരും ലഞ്ച് കഴിക്കുമായിരുന്നു. കേക്ക് കട്ടിങ്ങും ലൈറ്റ് മ്യൂസിക്കും ആയിട്ട് അവർ ബർത്ത്ഡേ എൻജോയ് ചെയ്തു. ക്രിസ്പി കോണും ഫ്രൈഡ് ചിക്കൻ വിങ്സും അല്ലാതെ വേറൊന്നും ദേവു കാര്യമായിട്ട് കഴിച്ചില്ല. അതിനാൽ അവൾക്ക് കൊടുക്കാൻ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി. ദേവുവിന് കൊടുത്തതിന് ശേഷം ബാക്കി വന്നത് ഞങ്ങൾ കഴിച്ചു തീർത്തു. സൺബേസ്റ്റ് മോക്ടെയിലാണ് ഞാൻ ഇത്തവണ ടെസ്റ്റ് ചെയ്തത്. ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് പിന്നെ ക്രാൻബെറി ജ്യൂസും മിക്സ് ചെയ്ത് ഒരു ഡ്രിങ്ക് ആണത്. ഡെക്കറേഷന് വേണ്ടി തണ്ണിമത്തം വെച്ചിരുന്നു. പോപ്പിൻസ് മിഠായിലെ റെഡ് കളർ പീസ് ക്രാൻബെറിയുടെ ടേസ്റ്റ് ആണെന്ന് ഇത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുൻ കഴിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷം ഞങ്ങൾ ഇറങ്ങി. റെസ്റ്റോറന്റിൽ നിന്ന് നേരെ ഇറങ്ങിയത് ഗെയിം സോണിന്റെ മുന്നിലായിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഡ്രൈവർ ദേവുമായി. ഞങ്ങളെ വലിച്ചുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് പോയി. അവിടെയുള്ള വ്യത്യസ്ത ഗെയിംസ് എല്ലാം അവൾ ട്രൈ ചെയ്തു. എനിക്ക് ഹെയർ ക്ലിപ്പ് വാങ്ങിക്കാൻ വേണ്ടി മാളിലുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയ തക്കം ദേവും ഏട്ടനും ടോയ് സെക്ഷനിൽ കയറി. കുറെ ടോയ്സ് കണ്ടതിനിടയ്ക്ക് കെലിഡോസ്കോപ്പ് കണ്ടപ്പോൾ ദേവു എടുത്തു നോക്കിക്കൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് മാളിന് പുറത്തുള്ള ബൗൺസി കാസിലിൽ ദേവുവിന് കളിക്കാൻ ഒരു ഹാഫ് അവർ കൂടെ സ്പെൻഡ് ചെയ്തു. 100 രൂപയാണ് 20 മിനിറ്റിനുള്ള ചാർജ്.
ഇതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും നന്നായി ടയേർഡായിരുന്നു. ആ ക്ഷീണം മാറ്റാൻ ഒരു നാരങ്ങ സോഡയും കുടിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. ഇന്നത്തെ ഞങ്ങളുടെ